ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ലെസൺ 4 ആണ് ഇന്ന് ചെയ്യാൻ പോണത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കൺവേഴ്സേഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ പറയാൻ കാരണം ഞാനിപ്പോൾ ഇടുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് എല്ലാം കൺവേഴ്സേഷൻസ് ആണ് ഇടുന്നത്. സോ അപ്പം എല്ലാം നമ്മൾ ഓരോരോ സിറ്റുവേഷൻ വെച്ച് സംസാരിക്കുന്ന അങ്ങനെ കൺവേഴ്സേഷൻസ് ആയിട്ടാണ് എന്ത് സ്പോക്കൺ ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഫോണിലാണ്, ഇപ്പോൾ വീട്ടിലിരുന്ന് ഫോണിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലൊക്കെ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഹലോ, ഇത് ഇന്ന ഹോസ്പിറ്റൽ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കും. നമ്മൾ സാധാരണ മലയാളത്തിൽ സംസാരിക്കുകയാണ്. പക്ഷേ എനിവേ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വന്നാൽ നമ്മളെങ്ങനെ സംസാരിക്കും, അതാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. സോ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഓക്കെ, മേക്കിംഗ് ആൻ അപ്പോയിൻമെന്റ് ഇൻ ഹോസ്പിറ്റൽ. ദീപയാണ് നമ്മളുടെ ഇവിടുത്തെ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീപയാണ് ഇവിടുത്തെ പേഷ്യൻ്റ്. ഓക്കെ, ദീപയാണ് ഇവിടുത്തെ പേഷ്യൻ്റ്. ദീപയാണ് ഇവിടുത്തെ പേഷ്യൻ്റ്. നൗ ദീപ അപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കാണ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഈസ് ദിസ് സിറ്റി ഹോസ്പിറ്റൽ? ഇത് സിറ്റി. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്, എന്താണ് ഇത് സിറ്റി ഹോസ്പിറ്റൽ ആണോ എന്ന് ചോദിക്കാണ്. അപ്പോൾ റിസപ്ഷനിസ്റ്റ് ആരാണ്? റിസപ്ഷനിസ്റ്റ് പറയാണ്. റിസപ്ഷനിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസപ്ഷനിൽ നമുക്ക് OP ടിക്കറ്റ് ഒക്കെ എഴുതി തരാൻ നിൽക്കൂലേ, അവരാണ്. അപ്പം അവരുടെ പേര് നമ്മളിവിടെ സിയാൻ എടുത്തിട്ടുണ്ട്. സോ അപ്പോൾ സി പറയാണ്, ഗുഡ് മോർണിംഗ്, യെസ് ഇറ്റ് ഈസ് സിറ്റി ഹോസ്പിറ്റൽ. അതെ, ഇത് സിറ്റി ഹോസ്പിറ്റലാണ്, എന്താ കാര്യം ഒന്ന് ചോദിക്കാണ്. അപ്പോൾ ദീപ പറയും, ദീപ, ഞാൻ ദീപയാണ്. സി പറയും, ഓക്കെ മാം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഓക്കെ, ഓക്കെ മാഡം, നമ്മളൊരു ബഹുമാനത്തോടു കൂടി പറയാണ്, വിത്ത് റെസ്പെക്റ്റോട് കൂടി പറയാണ്, റെസ്പെക്റ്റോട് കൂടി ബഹുമാനത്തോടു കൂടി പറയാണ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഓക്കെ മാം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് പറയാണ്. ഓക്കെ മാം, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? അപ്പം ദീപ പറയാണ്, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഡോക്ടർ ലക്ഷ്മി. എനിക്ക് ഡോക്ടർ ലക്ഷ്മിയുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് വേണം എന്ന് പറയാണ്. അപ്പോൾ സിയ പറയും, Ma'am, here there are 2 Dr. Lakshmis, one gynecologist and other is skin specialist. Which doctor you want to make appointment with? ഇവിടെ 2 ലക്ഷ്മി ഡോക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾ ഗൈനക്കോളജിസ്റ്റും ഒരാൾ സ്കിൻ സ്പെഷ്യലിസ്റ്റുമാണ്. നിങ്ങൾക്ക് ഏത് ഡോക്ടറിൻ്റെ കൂടെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദീപ പറയും, ഐ വാണ്ട് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഗൈനക്കോളജിസ്റ്റ്. എനിക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ കൂടെയാണ് അപ്പോയിൻമെൻറ്റ് വേണ്ടത്. അപ്പോൾ സിയ പറയും, ഓക്കെ മാം, പ്ലീസ് ഹോൾഡ് യുവർ ഫോൺ ഫോർ 1 minute. ഓക്കെ മാം, നിങ്ങളുടെ ഫോൺ ഒരു മിനിറ്റത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയണം, ഐ വാണ്ട് ടു ചെക്ക് ദ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ. എനിക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂള് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ ദീപ പറയണം, ഓക്കെ, ടേക്ക് യുവർ ടൈം, നിങ്ങളുടേതായിട്ടുള്ള സമയം എടുത്തോളൂ എന്ന് പറയാണ്. അപ്പോൾ സിയ പറയും, മാം, ഡോക്ടർ ലക്ഷ്മി ഈസ് ഫ്രീ ഫ്രം 3 PM. ക്യാൻ യു കം അറ്റ് 3:30 PM? എന്താണ് ഡോക്ടർ 3 മണി തൊട്ട് ഫ്രീ ആണ്, നിങ്ങൾക്ക് 3:30 വരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദീപ പറയും, ഷുവർ, നോ പ്രോബ്ലം, അതിനെന്താ, തീർച്ചയായും ഒരു കുഴപ്പവുമില്ല, ഐ വിൽ ബി ദെയർ ഓൺ ടൈം, ഞാൻ അവിടെ സമയത്തിന് തന്നെ കാണും എന്ന് പറയാണ്. അപ്പോൾ സിയ പറയും, ഹാവ് യു വിസിറ്റഡ് ഹിയർ ബിഫോർ? നിങ്ങൾ ഇവിടെ മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, മുമ്പ് വന്നിട്ടുണ്ടോ? അപ്പോൾ ദീപ പറയും, യെസ്. അപ്പോൾ ദീപ പറയും, യെസ്, ഐ ഓൾറെഡി ഹാവ് a registration card in this hospital. എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ കാർഡ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ സി പറയും, ഓക്കെ, ദെൻ മെയിൽ യുവർ രജിസ്ട്രേഷൻ നമ്പർ ടു ദ ഹോസ്പിറ്റൽ ID.
എന്താണ്, ശരി, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അവർ ഹോസ്പിറ്റൽ ID-യിലേക്ക് മെസ്സേജ് ചെയ്തുകൊള്ളൂ എന്ന് പറയാണ്. ഐ വിൽ ടേക്ക് യുവർ കേസ് ഷീറ്റ് ഓൾസോ, ഞാൻ നിങ്ങളുടെ കേസ് ഷീറ്റ് എന്തായിരുന്നാലും എടുക്കാം എന്ന് പറയാണ്. അപ്പോൾ ദീപ പറയും ഓക്കെ താങ്ക് യു, ഐ വിൽ ബി ദെയർ ഓൺ ടൈം, ഞാൻ അവിടെ കറക്റ്റ് സമയത്തിന് ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ സിയ പറയും താങ്ക് യു ഫോർ കോളിംഗ്, യു ക്യാൻ കോൾ അറ്റ് എനി ടൈം, വി ആർ റെഡി അറ്റ് യുവർ സർവീസ്. ഓക്കെ, നന്ദി, വിളിച്ചതിന് നന്ദി, നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എന്നെ വിളിക്കാം, യു ക്യാൻ കോൾ അറ്റ് എനി ടൈം, വി ആർ റെഡി ഫോർ യുവർ സർവീസ്. നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും വിളിക്കാൻ, ഞങ്ങൾ നിങ്ങളെ സർവീസ് എടുക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ചെയ്തുതരും എന്ന് പറയാണ്. സോ ഇവിടെ വെച്ച് നമ്മുടെ കോൺവെർസേഷൻ തീരാണ്. ആൻഡ് ബൈ, ഓക്കെ താങ്ക് യു, വെൽക്കം പറഞ്ഞ് അവിടെ തീരാണ്. സോ ഓക്കെ, നമ്മൾ ഏത് കോൺവെർസേഷൻ എഴുതുമ്പോഴും പറയുമ്പോഴും ലാസ്റ്റ് താങ്ക് യു ആൻഡ് വെൽക്കം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.